Hey guys, welcome back to my channel. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആനിമി ഫേസ് വരയ്ക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഹൗ ടു ഡു ആനിമി ഫേസ്. അപ്പം ആനിമി ഫേസിന് പഠിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ടത് ഐസ്, നോസ് ആൻഡ് മൗത്ത്. ഈ 3 കാര്യങ്ങളാണ് ഒരു ആനിമി ഫേസ് വരയ്ക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഐസ്, നോസ്, ഉണ്ട്, മൗത്തൊക്കെ ഉണ്ടത് നോക്കാം. ഇത്രയും ടൈപ്പിലുള്ള ഐസ്, നോസ്, മൗത്ത്, ഹെയർ ഉണ്ട്. അപ്പം ഹെയറിൽ ഗേൾസിനും ബോയ്സിനും ഉണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ഐസ് നോക്കാം. ഐസിനാണ് ഫസ്റ്റ് പിന്നെ ഈ സ്പൈ ഫാമിലിക്കകത്ത് ഐഡിയൊക്കെ ഉള്ള പോലത്തെ ഒരു ഐ ആണുള്ളത്. അനിമീനകത്തും ഉള്ള ടൈപ്പ് ഒരു ഐസ്. പിന്നെ തേർഡ് ചില ഈ ലുഫിയുടെ ഈ വൺ പീസിനകത്തൊക്കെ ഉള്ള ചിലതിനകത്തൊക്കെ ഇതുപോലത്തെ ഉണ്ട്. ചില അനിമീനകത്തും ഇതുപോലത്തെ ഐസുണ്ട്. നെക്സ്റ്റ് നോസ് ആണെങ്കിൽ ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ഐസും ഇനിയും ഉണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ ഇട്ടേക്കുന്നത്. അപ്പം ഫസ്റ്റ് നോസ് ഇതാണ്. സെക്കൻഡ് എല്ലാ അനിമി എല്ലാ അനിമീനകത്തും ഉള്ളതാണ് ഈ നോസ്. സെക്കൻഡ് പിന്നെ തേർഡ്, ഫോർത്ത്, പിന്നെ എക്സെട്ര. പിന്നെ ഒത്തിരി കിടപ്പുണ്ട്. നെക്സ്റ്റാണ് മൗത്ത്. ഫസ്റ്റ് മൗത്ത് ചീരിക്കുന്നത്, അങ്ങനെ ടൈപ്പ് മൗത്ത്സ് ഉണ്ട്, അതും എക്സെട്ര. പിന്നെ ഹെയർ ബോയ്സിനായിട്ട് ഒത്തിരി ടൈപ്പുകളുണ്ട്. ഇപ്പം ഞാൻ 3 വരച്ചിട്ടുള്ളൂ, അതിന് എക്സെട്ര ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഗേൾസിൻ്റെ ഹെയർ, അതിന് ഇവിടെ എക്സെട്ര ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ അപ്പോൾ നമ്മൾ ഒരു കാര്യം മിസ്സിങ് ഉണ്ട് എന്ന് വെച്ചാൽ ഇയേഴ്സ്. നമ്മൾ ചെവി അനിമീനകത്ത് ഒത്തിരി ടൈപ്പില്ല, 2-3 ഉള്ളൂ. എന്നാൽ എൻ്റെ ഒരിതിൽ പിന്നെ അവതാറിനകത്തൊക്കെ ഒരു ടൈപ്പ് ഇയർ ഉണ്ടല്ലോ, കാണിച്ചു തരാം. അതാണ് ഇത്. ഇയേഴ്സും ഒത്തിരിയൊക്കെ എണ്ണമുണ്ട്. അപ്പം ഫസ്റ്റ് ഇയേഴ്സ് ഇതാണ്. ഫസ്റ്റ് ചെവി ഇതാണ്. സെക്കൻഡ് ഈ ഒരു ഷേപ്പ്. പിന്നെ തേർഡ് ആനിമൽസിനൊക്കെ ഉള്ള പോലത്തെ ഷേപ്പ്. പിന്നെ എക്സെട്ര. നെക്സ്റ്റാണ് ഫേസസ് ആണ് അനിമീനകത്ത് ഏറ്റവും മെയിനായിട്ടാണ് ഫേസസ്. അതെല്ലാം അനിമീൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇതാകത്തുള്ളൂ. അതാണ് ഫസ്റ്റ് ഷേപ്പ്. ഒരു ചിബിയൊക്കെ പോലെ റൗണ്ട് ടൈപ്പ് ഷേപ്പ്. പിന്നെ നെക്സ്റ്റ് ആണ് ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്നത്. ഈ ഡ്രാഗൺ ബോളിനകത്ത് ഗോകുവിൻ്റെ ഒക്കെ ഉണ്ട് അതുപോലത്തെ. പിന്നെ തേർഡ് എല്ലാം നരൂട്ടോ, ജുജുത്സു കേസൻ, ഡീമൺ സ്ലെയറിനകത്തൊക്കെയുള്ള പോലത്തെ ഒരു ഫേസ്. പിന്നെ എക്സെട്ര. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു എനി ഫേസ് ഇവിടെ വരച്ചാലോ. നമുക്ക് ഒരു ഗേളിനെ വരയ്ക്കാം. പിന്നെ ഐസ്, നോസ്, മൗത്ത്, ഹെയർ, പിന്നെ ഇയേഴ്സ്, ഫേസ് എല്ലാം കൂടെ കൂടി നമുക്ക് ഒരു എനി ഫേസ് വരച്ചാലോ. റെഡിയല്ലേ? ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വരച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് അല്ലെങ്കിൽ ക്യൂട്ടായിട്ടും പെർഫെക്റ്റായിട്ടും ഒരു ആനിമി ഫേസ് വരയ്ക്കാം. നമുക്ക് ആനിമി ഫേസ് വരയ്ക്കാനായിട്ട് നമുക്ക് റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത് പോലത്തെ റൗണ്ട് എന്താ നടക്കുന്ന ഇങ്ങനൊരു വര വരയ്ക്കാം. പിന്നെ സൈഡിൽ ഇങ്ങനെ വരയ്ക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഒരു ലൈനുണ്ട്, താഴെയായിട്ട് ഒരു ലൈനുണ്ട് വരച്ച് ഇവിടെ ഒരു ലൈൻ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐസ് വരയ്ക്കാൻ വേണ്ടിയുള്ളതും ഇത് നമ്മൾ താടി ഒരു ഫേസിൻ്റെ ഒരു സ്ഥലം. അപ്പം നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഗേളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലമില്ലേ, നമുക്ക് കയറിപ്പോകാം. ഫേസ് ആയിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഷാർപ്പ് വേണമെങ്കിൽ ഏതാണ്. ഇപ്പോൾ ഷാർപ്പാക്കുന്നതിൻ്റെ നോർമലായിട്ടുള്ള ഒരു ഇതാണ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഐസ് വരയ്ക്കാം. ഐസ് നമ്മൾ ഇതിന് ഞാൻ വരയ്ക്കുന്ന പറ്റില്ല. ഫസ്റ്റ് സ്പൈ ഫാമിലിക്കകത്തും അല്ലാതെ ഇത്രയും. അപ്പോൾ സ്പൈ ഫാമിലിക്കകത്ത് ഉള്ള ആനിയുടെ കാണുന്നില്ലേ, അതാണ് ഞാൻ ഇതിന് വരച്ചെടുക്കുന്നത്. അതുപോലെ ഇരിക്കുന്ന ഒരു ഐയാണ്.
എനിക്ക് ലെവലിൽ വേണം, ചിലപ്പോൾ ഒക്കെ വരത്തില്ല, അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം. എൻ്റെ ലെവലിൽ വന്നില്ലെന്ന് തോന്നുന്നു. അത് നമുക്ക് ഐബ്രോസ് വരച്ചെടുക്കാം. ഇനി നമുക്ക് നോസ് വരച്ച് നോക്കാം. നോസ് ഞാൻ നോർമലായിട്ടുള്ളതാണ്, നോർമൽ ചെയ്തില്ല. മൗത്ത് ഞാൻ ചിരിക്കുന്നൊരു ടൈപ്പ് മൗത്താണ് വെച്ചു. ഞാൻ നോർമലായിട്ടുള്ള ചെയ്യാം. നമുക്ക് ഹെയർ വരച്ചു കൊടുക്കാം. ഇത് വരച്ചേക്കുന്ന അതിൻ്റെ ഹെയർ ഊടുന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്ക് വരച്ചെടുക്കാം. വാങ്ങുന്ന ഒരു മൗഗിലി പോലെ എനിക്ക് അതൊക്കെ നമുക്ക് ഇപ്പോൾ സെറ്റാക്കാൻ സാധാ ഒരു ഡ്രസ്സ് വരച്ചെടുക്കണം. ഫോണായിട്ട് ഡ്രസ്സ് എൻ്റെ വാക്ക് നമുക്ക് ഇപ്പോൾ ശരിയാക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റായിട്ട് മാറ്റി പിന്നെ അകത്ത് നമ്മൾ വരച്ച് ഫസ്റ്റ് വരച്ച ലൈനൊക്കെ കാണാൻ മാറ്റാം. സോ നമ്മൾ മൊത്തം അയച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ വരച്ച് നോക്കിയിട്ട് നോർമൽ തേങ്ങ നമുക്ക് ഈ ബാക്കി നമുക്ക് എനിക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യം, നമ്മൾ പേന വെച്ച് വരച്ചിട്ട് നമുക്ക് പേനയൊന്നും എന്താണെന്നുള്ളത് എനിക്കറിയില്ല, നമുക്ക് ഉള്ള ഭാഗം വെച്ച് വരച്ചാൽ എൻ്റെ അടുത്ത് ഈ പേനയാണുള്ളത്. അപ്പം പേന വെച്ച് വരച്ചതിന് ശേഷം അത് നമ്മൾ ഉടനെ നമ്മുടെ കൊണ്ട് കൈ നോക്കും. അറിയാം, ഞാൻ അങ്ങനെ നോക്കും, അത് സ്പ്രെഡാവും. അതിൻ്റെ പകുതി പഴവും അങ്ങനെ കുളമായിട്ടുണ്ട്. ഞാനത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾക്കും നിങ്ങളങ്ങനെ ചെയ്യേണ്ടി ചെയ്ത് നിങ്ങൾ പെട്ടും പിന്നെ ഭയങ്കര പാടാവുന്ന വായിച്ചാണ് വായിക്കുകയല്ല, പടം മൊത്തം സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്ത് വഴിയൊക്കെ സംഭവിച്ചത്. ഇനി നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിന്നെ വരച്ചിട്ട് അതിന് പകുതി ഇറങ്ങിയുള്ള ആ മുടിയുടെ മുണ്ടയിൽ കൂടെ വരയ്ക്കില്ല, അത് പകുതിയായിട്ട് വരച്ചാൽ പറയുള്ളൂ. നമുക്ക് ഐസ് വരച്ച് കൊടുക്കണം. ഞാനിപ്പം കളറ് കൊടുക്കുന്നില്ല, കളർ കൊടുക്കാതെ ഇപ്പം കാണിച്ചിരുന്നു. പിന്നെ അടുത്തതിൽ ഇനി സൈഡ് ബാക്ക് ഫ്രണ്ട്, ഇത് ഫ്രണ്ട് ഫേസാണ്. സൈഡും ബാക്കും ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഭയങ്കര ഈസിയാണ്. അപ്പം ബാക്കി ഈ സമയത്തും കളർ ചെയ്യുന്നില്ല, പെൻസിൽ വെച്ച് ചെയ്യുവാണ്. പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡും കൂടെ കൊടുക്കാം.
ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് അനിമി ഫേസ് വരയ്ക്കാം. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്കൊരു അനിമി ഫേസ് വരയ്ക്കാം. അപ്പം ഞാൻ ഗേളിനെ എന്ന് വെച്ചാൽ ബോയ്, നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് വരച്ചാൽ മതി. അത്രയേ ഉള്ളൂ ഈസി ആയിട്ട്. പിന്നെ വേറൊരു വീഡിയോയിൽ സൈഡും ഫേസും ഫ്രണ്ട് ഫേസാണ് ഇത്. ബാക്കൊക്കെ ഈസിയാണ്. പിന്നെ സൈഡ് ഫേസാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. എനിക്ക് ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ അത് ഓക്കെ ആയി. അതുപോലെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.